പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. കമ്പനി ബോർഡ് LGS നോട്ടിഫിക്കേഷനൊക്കെ വന്നു. ഉടൻ തന്നെ പരീക്ഷ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു പരീക്ഷയുടെ മാസ്റ്റർ ക്ലാസ് ആണ്. അതിൻ്റെ എക്സാമിനേഷന്റെ സിലബസും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, പൊതുവിജ്ഞാനത്തിൽ നിന്ന് 40 മാർക്ക്, മാത്സിൽ നിന്ന് 20 മാർക്ക്, അതേപോലെ പൊതുജനാരോഗ്യത്തിൽ നിന്ന് 10 മാർക്ക്, സയൻസിൽ നിന്ന് 10 മാർക്ക്, അങ്ങനെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് 20 മാർക്ക്, ഇങ്ങനെ 100 മാർക്കിനാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. പൊതുവിജ്ഞാനം 40 മാർക്കിനുണ്ട്. വ്യക്തമായി നമ്മൾ അതിനെ പഠിച്ചെടുത്തേ മതിയാവും. ഹാജാസ് ക്ലാസ്സസ് ഒരു കാലത്ത് PSC ഉദ്യോഗാർത്ഥികളുടെ അത്താണിയായിരുന്നു. വളരെ വ്യക്തമായ ക്ലാസ്സുകൾ കൺസിസ്റ്റന്റായി നമ്മൾ നൽകിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടോ ഒരിടയിൽ ഒരു ചെറിയ ഇടർച്ച പോലെ നമ്മുടെ ചാനൽ ഒന്ന് ഡൗൺ ആയി. ഇപ്പോ കമ്പനി ബോർഡ് LGSന്റെ ഒരു ക്ലാസ് സമഗ്രമായി നൽകിക്കൊണ്ട് നമ്മൾ വീണ്ടും മുഖ്യധാരയിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള, യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ നൽകുക എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ലക്ഷ്യം. എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമ്പനി ബോർഡ് LGSനെ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ ക്ലാസ് നൽകുന്നത് എങ്കിലും ഇത് വരാനിരിക്കുന്ന VFA, ബെവ്കോ, LPUP, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ വരെ, അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഏവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് സാധാരണ പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യ മേഖലയുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും PSC പരീക്ഷകളിൽ ഒഴിച്ചുകൂടാൻ വയ്യാതെ ചോദിക്കുന്ന ഒരു ചോദ്യ മേഖല ഹൈക്കോടതിയെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. ഈ ഹൈക്കോടതിയെ സംബന്ധിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിന്റെ അവസാനം PSC ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവരും, ഹൈക്കോടതിയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ. ഇത് ക്ലാസ് നമ്പർ 1 ആണ്. നിങ്ങൾ അങ്ങനെ തന്നെ നോട്ട് തയ്യാറാക്കുക. ടെലഗ്രാമിൽ ഹാജാസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിന് ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടെലഗ്രാമിലൂടെ ഈ നോട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ശ്രദ്ധിക്കൂ, ഹൈക്കോടതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഹൈക്കോടതി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹൈക്കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് എക്സാമിനേഷന് ചോദിക്കും. അപ്പോ നമ്മൾ കൃത്യമായി ഉത്തരം പറയണം. ആർട്ടിക്കിൾ നമ്പർ 214 മുതൽ ആർട്ടിക്കിൾ നമ്പർ 231 വരെ. ആർട്ടിക്കിൾ നമ്പർ 214 മുതൽ ആർട്ടിക്കിൾ നമ്പർ 231 വരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രതിപാദിക്കുന്നത് ഹൈക്കോടതിയെ കുറിച്ചാണ്. ഓക്കെ, ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം, ഉത്തരം നമ്മൾ പഠിക്കണം. 1861 1861 ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത്. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വരുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു ആയിരുന്നു. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം 1861. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വരുന്ന സമയത്ത് വൈസ്രോയി ആയിരുന്ന, ഇന്ത്യയിൽ വൈസ്രോയി ആയിരുന്ന വ്യക്തി ആര്? ഉത്തരം കാനിങ് പ്രഭുവാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, 1861 ഇന്ത്യൻ ഹൈക്കോടതി ആക്ട് പ്രകാരം ആദ്യമായി ഹൈക്കോടതി നിലവിൽ വന്നത് 1861 1862 1861 ഇന്ത്യൻ ഹൈക്കോടതി നിയമപ്രകാരം, ആ നിയമപ്രകാരം ആദ്യമായി ഹൈക്കോടതി നിലവിൽ വരുന്നത് 1862 ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ക്ലിയർ ആണ്, വ്യക്തമാണ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിതമാകുന്ന സമയത്ത് വൈസ്രോയി ആരായിരുന്നു? നമ്മൾ
ഉത്തരം വളരെ വ്യക്തമായി പഠിക്കണം. ലോർഡ് എൽജിൻ ആയിരുന്നു. ലോർഡ് എൽജിൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി വരുന്ന സമയത്ത് വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് ലോർഡ് എൽജിൻ, എൽജിൻ പ്രഭു. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി എന്നറിയപ്പെടുന്ന ഹൈക്കോടതി ഏതാണ്? ഉത്തരം പറയേണ്ടത് കൽക്കട്ട എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതി. നിലവിൽ വന്ന വർഷം 1861 ഇന്ത്യൻ ഹൈക്കോടതി ആക്ട് പ്രകാരം 1862 ജൂലൈ മാസം 1-ാം തീയതിയാണ് പശ്ചിമ ബംഗാളിലെ എവിടെ? കൽക്കട്ടയിലാണ് ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് കൽക്കട്ട. കൽക്കട്ട ഹൈക്കോടതിക്കൊപ്പം തന്നെയാണ് 2 ഹൈക്കോടതികൾ കൂടി ആ വർഷം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്, മദ്രാസും ബോംബെയും. 1862 കൽക്കട്ട ഹൈക്കോടതി നിലവിൽ വരുന്നു ആദ്യം. ആ വർഷം നിലവിൽ വരുന്ന മറ്റു 2 ഹൈക്കോടതികൾ ഏതെല്ലാമാണ്? ഉത്തരം മദ്രാസും ബോംബെയും. എന്റെ ചോദ്യം ഇതാണ്, ഒരു ഹൈക്കോടതിയിലെ പരമോന്നതമായ സ്ഥാനം നിർവഹിക്കുന്ന വ്യക്തി ആരാണ്? അത് ചീഫ് ജസ്റ്റിസ് ആണ്. ആ ഹൈക്കോടതിയിൽ ഒരു സംസ്ഥാനത്തിന്റെ പരമോന്നതമായ കോടതിയാണല്ലോ ഹൈക്കോടതി. ആ ഒരു സംസ്ഥാനത്തിന്റെ പരമോന്നതമായ കോടതി, ഒരു രാജ്യത്തിന്റെ പരമോന്നതമായ കോടതി സുപ്രീം കോടതിയാണെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ പരമോന്നതമായ കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. അവിടെ പരമോന്നത സ്ഥാനമുള്ള വ്യക്തി ആരാണ്? ചീഫ് ജസ്റ്റിസ് ആണ്. ഈ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും ഒക്കെ നിയമിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ പറയണം, അത് ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ് എന്ന് പഠിക്കണം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെയാണ്. ഇത്രയും പോയിന്റുകൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, രാഷ്ട്രപതി ഒരു ഹൈക്കോടതി, ഒരു സംസ്ഥാനത്തിലെ ഒരു ഹൈക്കോടതിയിലേക്ക് ഒരു ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന സമയത്ത് രാഷ്ട്രപതി എന്തു ചെയ്യും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണറിനോടും അഭിപ്രായം ചോദിക്കും, ഉപദേശം ചോദിക്കാറുണ്ട്. പഠിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. ഒരു ഹൈക്കോടതിയിലെ പരമോന്നത വ്യക്തിയായ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോടും അതേപോലെ തന്നെ ആ സംസ്ഥാനത്തെ ഗവർണറോടും നമ്മുടെ രാഷ്ട്രപതിയാണല്ലോ നിയമിക്കുന്നത്, രാഷ്ട്രപതി ഉപദേശം നേടാറുണ്ട്. എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കാൻ രാഷ്ട്രപതി എന്ത് ചെയ്യും? ആ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോട് ഉപദേശം ചോദിക്കും. അപ്പോ ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കാൻ രാഷ്ട്രപതി ആ സംസ്ഥാനത്തെ ഗവർണറോടും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോടും ഉപദേശം ചോദിക്കും. എന്നാൽ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കാൻ ചീഫ് ജസ്റ്റിസിനോട്, ആ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോട് രാഷ്ട്രപതി ഉപദേശം ചോദിക്കും. ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിൽ. അപ്പോ ഹൈക്കോടതിയിലെ ജഡ്ജിമാര് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ സംസ്ഥാനത്തെ ഗവർണറുടെ മുന്നിൽ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിലാണ്. ഹൈക്കോടതി ജഡ്ജി രാജി കൊടുക്കണം. ഹൈക്കോടതി ജഡ്ജി രാജി കൊടുക്കേണ്ടത് ആർക്കാണ്? ഉത്തരം രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജി രാജിവെക്കുന്നെങ്കിൽ ആ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിക്കാണ്. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഹൈക്കോടതിയിലെ ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതത് സംസ്ഥാനങ്ങളുടെ ഗവർണറുടെ മുന്നിലാണ്. ഹൈക്കോടതിയിലെ ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതത് സംസ്ഥാനങ്ങളിലെ ഗവർണറുടെ മുന്നിലാണ്, അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിലായിരിക്കണം. എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാർ രാജിവെക്കണമെങ്കിൽ ആ രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകേണ്ടത്
രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് നീക്കം ചെയ്യേണ്ടതും പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ്. ഈ ഹൈക്കോടതി ജഡ്ജിമാരുടെ സാധാരണ വിരമിക്കൽ പ്രായം, ഇതൊരു ആവർത്തന ചോദ്യമാണ്, പഠിക്കണം, 62 വയസ്സാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. അപ്പോ ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിൽ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ. അത് ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഹൈക്കോടതി ജഡ്ജിമാർ രാജി കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജിമാർ ആരെ റിമൂവ് ചെയ്യേണ്ടത്, അതായത് നീക്കം ചെയ്യേണ്ടത് പ്രസിഡന്റ് ആണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം വ്യക്തമാണ്, 62 വയസ്സാണ്. ഓക്കെ. ഇനി സുപ്രീം കോടതി മറ്റു ഹൈക്കോടതികൾ ഒഴികെയുള്ള ഇന്ത്യയിലെ മറ്റൊരു കോടതിയിലും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂല. ഇപ്പം ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു വ്യക്തി, ഒരു ജഡ്ജിക്ക് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹൈക്കോടതിയിലോ പ്രാക്ടീസ് ചെയ്യാം. അല്ലാതെ ആ രണ്ട് സുപ്രീം കോടതിയും മറ്റ് ഹൈക്കോടതികളും ഒഴികെയുള്ള ഒരു കോടതിയിലും വിരമിച്ച ജഡ്ജികൾക്ക്, ഒരു ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. അപ്പോ അടുത്ത ചോദ്യം, ഈ ഹൈക്കോടതിയിലെ പരമോന്നത വ്യക്തി എന്ന് പറയുന്നത് അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. എത്ര രൂപ ശമ്പളം കിട്ടുമായിരിക്കും? ഇതാണല്ലോ നമുക്ക് അറിയേണ്ടത്. 2,50,000 രൂപയാണ് ശമ്പളം. 2,00,000 ലക്ഷം രൂപയാണ് ഒരു ചീഫ് ജസ്റ്റിസിന് ശമ്പളമായി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ചോദ്യം, ജഡ്ജിമാർക്ക് എത്ര കിട്ടും? ഏറ്റവും കൂടുതൽ വേതനം ആർക്കാണ് കിട്ടുന്നത്? ചീഫ് ജസ്റ്റിസിനാണ്, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഹൈക്കോടതികളിൽ വെച്ചിട്ട്. എന്നാൽ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ ശമ്പളം ഒരു 25,000 രൂപ കുറയും. 2,25,000 രൂപയാണ് ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ ശമ്പളം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത്, ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, അലഹബാദ് ഹൈക്കോടതിയാണ്. ഏറ്റവും കുറവ് ജഡ്ജിമാരുള്ളത് സിക്കിമിലാണ്. പഠിക്കണേ, സിക്കിം നല്ല വൃത്തിയുള്ള ഒരു സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത്. സിക്കിമിലാണ് ഏറ്റവും കുറച്ച് ജഡ്ജിമാരുള്ളത്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അലഹബാദ് ഹൈക്കോടതിയാണ്. അപ്പോ ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് എത്ര രൂപ ശമ്പളം കിട്ടും? 2,50,000. ജഡ്ജിമാർക്ക് എത്ര കിട്ടും? 2,25,000 രൂപ ശമ്പളമായി കിട്ടും. ക്ലിയർ ആണ്, വ്യക്തമാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി ഏതാണ്? ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ഗുവാഹത്തി ഹൈക്കോടതിയാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി. 4 സംസ്ഥാനങ്ങളാണ് അതിന്റെ അധികാര പരിധിയിലുള്ളത്. ഗുവാഹത്തി, അസം, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്. അരുണകിരണങ്ങളുടെ നാട് അരുണാചൽ പ്രദേശ്, അസം, നാഗാലാൻഡ്, മിസോറാം. അപ്പൊ നമ്മുടെ ചോദ്യം, അടുത്ത ചോദ്യം, നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഉണ്ടല്ലോ, ആ ദ്വീപുകൾ ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ്? ഉത്തരം കൽക്കട്ട ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരുന്ന ഹൈക്കോടതി നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. അത് ഏതാണ്? കൽക്കട്ട ഹൈക്കോടതിയാണ്. 1862 ജൂലൈ 1-ാം തീയതി സ്ഥാപിതമായ ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി. 1862 വർഷം. 1862 കൽക്കട്ട ഹൈക്കോടതിയോടൊപ്പം തന്നെ മറ്റു 2 ഹൈക്കോടതികൾ വന്നിട്ടുണ്ടായിരുന്നു. അത് മദ്രാസും ബോംബെയും ആണ് എന്ന് നമ്മൾ കേട്ടു. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി ഏത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം, അത് ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ഗുവാഹത്തി ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള 4 സംസ്ഥാനങ്ങളാണ് അസം, അരുണാചൽ പ്രദേശ്, മിസോറാം ആൻഡ് നാഗാലാൻഡ്. ക്ലിയർ ആണ്, വ്യക്തമാണ്, പഠിക്കണം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി ഏതാണ്?
ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി പശ്ചിമ ബംഗാളിൽ മാൾഡയിലാണ്. മാൾഡ. എടാ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ, അങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി നിലവിൽ വന്നത് കൊച്ചിയിലാണ്. ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി, 1996. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായ ഹൈക്കോടതി ഏതാണ്? ത്രിപുര ഹൈക്കോടതിയാണ്. അപ്പോ 4 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ഹൈക്കോടതി ഏതെന്ന് ചോദിച്ചാൽ മാൾഡയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ പരമായിട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കൊച്ചിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഹൈക്കോടതി എന്ന് ചോദിച്ചാൽ കൽക്കട്ട ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായ ഹൈക്കോടതി എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് എവിടെയാണ്? ത്രിപുര ഹൈക്കോടതിയിലാണ്. ഇനി നമ്മൾ ഹൈക്കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ പറഞ്ഞല്ലേ. ആർട്ടിക്കിൾ നമ്പർ 214 മുതൽ ആർട്ടിക്കിൾ നമ്പർ 231 വരെയാണ് ഹൈക്കോടതിയെ കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളുകൾ. നമുക്കറിയണമല്ലോ, നമ്മൾ ഹൈക്കോടതിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ ഓരോന്നായി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. 214 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഹൈക്കോടതിയുടെ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കണം. ഓരോ സംസ്ഥാനങ്ങൾക്കും ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നമ്പർ 214. ആർട്ടിക്കിൾ നമ്പർ 215 പറയുന്നത് ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന്. ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന്. ആർട്ടിക്കിൾ നമ്പർ 214 എന്ന് പറയുന്നു, 214 പറയുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കും, ഓരോ സംസ്ഥാനങ്ങൾക്കും ഒരു ഹൈക്കോടതി ഉണ്ടാവണം. എന്നാൽ 215 എന്ന് പറയുന്നു ഹൈക്കോടതി ഒരു ആർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പറയുന്നു. 216 എന്ന് പറയുന്നു ഒരു ചീഫ് ജസ്റ്റിസും, ഒരു ഹൈക്കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും പ്രസിഡന്റ് സമയാസമയം നിശ്ചയിക്കുന്ന എണ്ണം ജഡ്ജിമാരും ചേർന്നതാകണം ഒരു ഹൈക്കോടതി. ഒരു ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി നിയമിക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടാവണം, സമയക്രമം അനുസരിച്ച് രാഷ്ട്രപതി നിയമിക്കുന്ന ജഡ്ജിമാരും അവിടെ ഉണ്ടാവണം. ആർട്ടിക്കിൾ നമ്പർ 217 എന്ന് പറയുന്നു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരുടെ നിയമനത്തെ കുറിച്ച് പറയുന്നു. അപ്പോ ആർട്ടിക്കിൾ നമ്പർ 214 പറയുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഒരു ഹൈക്കോടതി വേണം എന്നാണ്. 215 പറയുന്നത് ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പറയുന്നു. 216 ഒരു ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും സമയം പ്രസിഡന്റ് നിയമിക്കുന്ന ജഡ്ജിമാരും ചേർന്നതാണ് ഹൈക്കോടതി എന്ന് പറയുന്നു. 217 പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും അതേപോലെ തന്നെ ജഡ്ജിമാരുടെയും നിയമനത്തെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ നമ്പർ 219 പറയുന്നത് 19 എന്ന് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ. അതേപോലെ 221 പറയുന്നത് ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം. അപ്പോ 219 പറയുന്നത് ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ, 221 പറയുന്നത് ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം, 222 പറയുന്നത് പ്രസിഡന്റിന് ഒരു ഹൈക്കോടതിയിലുള്ള ഒരു ജഡ്ജിയെ മാറ്റി മറ്റൊരു ഹൈക്കോടതിയിലേക്ക് നിയമിക്കാനുള്ള അധികാരത്തെ കുറിച്ച് പറയുന്നു. 223 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനത്തെ കുറിച്ച് പറയുന്നു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനത്തെ കുറിച്ചാണ് 223 പ്രതിപാദിക്കുന്നത്. 224 എന്ന് പറയുന്നു അഡീഷണൽ ജഡ്ജ്, ആക്ടിംഗ് ജഡ്ജ് എന്നിവരുടെ നിയമനം. അഡീഷണൽ ജഡ്ജ്, ആക്ടിംഗ് ജഡ്ജ് എന്നിവരുടെ നിയമനം. ഇനി അതായത് പ്രസിഡന്റ് ഹൈക്കോടതിയിൽ നിയമിക്കുന്ന അഡീഷണൽ ജഡ്ജിയുടെ കാലാവധി 2 വർഷത്തിൽ കൂടുതലാകാൻ പാടില്ല. 225 ഹൈക്കോടതിക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ട്? ഹൈക്കോടതിയുടെ മുഴുവൻ അധികാരങ്ങളെയും കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ നമ്പർ 225. 226 പറയുന്നത് ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ നമ്പർ 226 പറയുന്നത്. ചില ആർട്ടിക്കിൾ നമ്മൾ ഇടയിൽ പറഞ്ഞിട്ടില്ല, അത് അത്ര പ്രാധാന്യമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പരീക്ഷകൾക്ക് വേണ്ട. 231 ഇനി 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക്, നമ്മൾ 214 പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഹൈക്കോടതി ഉണ്ടാകണമെന്ന് പറയുന്നു. 231 തീരുമ്പോൾ നമ്മൾ പറയുന്നു 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കുന്നത് സംബന്ധിച്ച്. അങ്ങനെ ഉണ്ടല്ലോ അല്ലെ? എവിടെയാണുള്ളത്? 4 സംസ്ഥാനങ്ങൾക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു
അത് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാ? ഒന്ന് അസം, രണ്ട് അരുണാചൽ പ്രദേശ്, മിസോറാം, ഇങ്ങനെ 4 സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി അല്ലേ ഉള്ളത് ആണ്. അപ്പോ അതും നാഗാലാൻഡ് അല്ലെ, നാഗാലാൻഡ്, ഇങ്ങനെ 4 സംസ്ഥാനങ്ങൾക്ക്. ഇത്രയുമാണ് നമ്മൾ ഹൈക്കോടതിയെ കുറിച്ച് പറഞ്ഞത്. ഹൈക്കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയാണ്. ഏറ്റവും ഇന്ത്യയിൽ ഇന്ന് നിലവിൽ എത്ര ഹൈക്കോടതി ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം. കണ്ണടച്ചുകൊണ്ട് ഉത്തരം പറയണം. 25 ഹൈക്കോടതിയുണ്ട്. അതിൽ ഏറ്റവും 25ാമത്തെ ഹൈക്കോടതി ആന്ധ്രാപ്രദേശിന്റെ ഹൈക്കോടതിയാണ്. 2019 ജനുവരി 1 ആന്ധ്രാപ്രദേശിലെ ഹൈക്കോടതി ഇന്ത്യയിലെ 25ാമത്തെ ഹൈക്കോടതിയാണ്. ആന്ധ്രാപ്രദേശിലെ ഹൈക്കോടതിയുടെ ആസ്ഥാനം അമരാവതിയാണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് സി പ്രവീൺ കുമാറാണ്, ആക്ടിംഗ് ആണ്. അതേപോലെ ഇതിനകത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നിരവധി ചോദ്യങ്ങളുണ്ട്. 10-20ഓളം ചോദ്യങ്ങൾ ഇതിനകത്ത് നിന്ന് സ്ഥിരമായി PSC ചോദിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തെ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ കാര്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിൽ നിന്നാണ്? നമ്മളിതാ ഘോരഘോരം പ്രസംഗിച്ചതാണ്. ആർട്ടിക്കിൾ നമ്പർ 214 മുതൽ ആർട്ടിക്കിൾ നമ്പർ 231 വരെ. ആർട്ടിക്കിൾ നമ്പർ 214 മുതൽ ആർട്ടിക്കിൾ നമ്പർ 231 വരെ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഹൈക്കോടതിയെ കുറിച്ചാണ്. ആവർത്തന ചോദ്യമാണ്. നമ്മൾ ഏത് പരീക്ഷ എന്ന് പറയേണ്ട, എല്ലാ തരം പരീക്ഷകളിലും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതികൾ രൂപീകരിച്ചത് ഏത് നിയമപ്രകാരം ആണ്? ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പ്രകാരമാണ്. അത് നമ്മുടെ ടോപ്പിക്കിൽ വന്നില്ല, അത് ക്വസ്റ്റ്യനിൽ കിടക്കുന്നുണ്ടാണ് നമ്മൾ അവിടെ കൊണ്ടുവരാത്തത്. 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പ്രകാരമാണ് ഈ ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതികൾ രൂപീകരിച്ചത്. വളരെ പ്രശസ്തമായ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം പറയേണ്ടത് കൽക്കട്ടയിലാണ്. ഇത് ഇംഗ്ലീഷാണ്, നമ്മുടെ ഫോണ്ട് മാറി കിടക്കുന്നതാണ്. കൽക്കട്ടയിലാണ് ആദ്യത്തെ ഇത് വന്നത്. കൽക്കട്ടയിലാണ്. ഇത് സി ആണ് ഉത്തരം. കൽക്കട്ടയിലാണ് 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പ്രകാരം 1862 ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വരുന്നത്. ഇതിനോടൊപ്പം 1862 എന്ന് പറയുന്ന വർഷം കൽക്കട്ടയിൽ ഹൈക്കോടതി സ്ഥാപിച്ചതിന് ശേഷം അടുത്ത ഹൈക്കോടതി വരുന്നത് മദ്രാസിലും, അതേപോലെ ആ വർഷം വരുന്നു ബോംബെയിലും. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അടുത്ത നമ്മുടെ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതി അല്ലാതെ പിന്നെ ആരാണ് അവിടെ അങ്ങനെ നിയമിക്കുന്നത്? ചീഫ് ജസ്റ്റിസിനെ, ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് രാഷ്ട്രപതിയാണ്. ഒരു ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? ഏറ്റവും കുറഞ്ഞ പ്രായത്തെക്കുറിച്ച് പറയുന്നില്ല, എന്നാൽ പരമാവധി പ്രായത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ കുറഞ്ഞ പ്രായത്തെക്കുറിച്ച് ഭരണഘടനയിൽ വ്യക്തമല്ല. ഭരണഘടനയിൽ വ്യക്തമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കയറി ആൻസർ ചെയ്യാൻ വേണ്ടി പോകരുത്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കമന്റ് ഇടണം. നിങ്ങൾ കണ്ട് വെറുതെ പോകരുത്. കമന്റുകളാണല്ലോ, നമുക്കറിയാലോ, ഒരു വീഡിയോ കാണുമ്പോൾ ആൾക്കാർ എപ്പോഴും നോക്കുന്നത് കമന്റ്, ഒരു ലൈക്ക്, ഒരു ഷെയർ ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാതെ പോകരുത്. കാരണം വീണ്ടും ഹാജാസ് ക്ലാസ്സസിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള ശ്രമമാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ക്ലാസ്സിന് എന്തെങ്കിലും മോഡുലേഷൻസ് വരുത്തണമെങ്കിൽ, ക്ലാസ്സിന് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ എല്ലാം നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ നിങ്ങൾക്ക് അതിനകത്ത് രേഖപ്പെടുത്താം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ വരാനിരിക്കുന്ന മുഴുവൻ പരീക്ഷകളുടെയും, ഡിഗ്രി ലെവൽ പരീക്ഷകൾ ആയിക്കോട്ടെ, 7th ലെവലായിട്ടുള്ള LGSന്റെ എക്സാം ആയിക്കോട്ടെ, LDC പരീക്ഷ ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും സമഗ്രമായ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിനകത്തുണ്ട്. വളരെ ചെറിയ ഫീസിലാണ് നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. വളരെ നല്ല ക്ലാസ്സുകൾ, എല്ലാത്തിന്റെയും നമ്മൾ ആഗ്രഹിക്കാറില്ലേ, സാധാരണ നമ്മുടെ ഈ കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളെയൊക്കെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ അവരെ സഹായിച്ച അധ്യാപകർ ആരാണോ, അത്തരം അധ്യാപകരുടെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലുണ്ട്. അങ്ങനെയുള്ള ഒരു ബാച്ചാണ് നമ്മൾ. അതിന് വലിയ ഫീസൊന്നുമില്ല. സാധാരണ ഒരു വലിയ ഫീസൊക്കെയാണ് എല്ലായിടങ്ങളിലും ഉള്ളത്. പക്ഷെ ഇവിടെ വളരെ ചെറിയ ഫീസിൽ നമുക്ക് സമഗ്രമായി പഠിക്കാം. നിങ്ങൾക്ക് നല്ലൊരു താല്പര്യം കൂടി വേണം. ബാക്കിയെല്ലാം ഇവിടെ കിട്ടും. എക്സാം കിട്ടും, ക്ലാസ് കിട്ടും, PDF നോട്ട് കിട്ടും, മോട്ടിവേഷൻ കിട്ടും, എവറിഥിങ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. വളരെ ചെറിയ ഫീസിൽ കിട്ടും. നിങ്ങൾക്ക് ഇതിനെ എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ, ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ എന്നെ വിളിക്കുക. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ തൽക്കാലം ഈ ക്ലാസ്, ഈ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള ഈ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ എല്ലാ ടോപ്പിക്കിനെയും കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മളിൽ ഉണ്ടാകും. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കാണണം. ബൈ ബൈ.